The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay, in the last class we completed the 5th lesson, that is organizing. See, in that lesson we discussed meaning, importance of organizing and advantages and disadvantages of organizing, types of organizing, and then delegation of authority, centralization, decentralization, all those things we discussed. I think all are clear. Okay. Today we are going to discuss the 6th chapter, that is staffing. That is staffing. See, we know that after planning and organizing, the next function of management is staffing. Okay. See, what do you mean by staffing? See, staffing is concerned with obtaining, utilizing and maintaining a satisfactory and satisfied workforce. Staffing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ്ങും ഓർഗനൈസിങ് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത ഫങ്ഷനാണ് സ്റ്റാഫിങ്. ഈ സ്റ്റാഫിങ്ങിനകത്ത് എന്താണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് കൺസേൺ വിത്ത് ഒബ്റ്റെയിനിങ്, യൂട്ടിലൈസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സാറ്റിസ്ഫാക്ടറി ആൻഡ് സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ്. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വർക്ക് ഫോഴ്സ്, ദറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസിൻ്റെ പിന്നിലുള്ളത്. സി, സ്റ്റാഫിംഗ് ഫങ്ഷൻ ഈസ് കൺസേൺഡ് വിത്ത് ഒബ്റ്റെയിനിങ്, യൂട്ടിലൈസിങ്, മെയിൻറ്റെയിനിങ് എ സാറ്റിസ്ഫാക്ടറി ഓർ സാറ്റിസ്ഫൈഡ് വർക്ക് ഫോഴ്സ്. അല്ലേ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ ലഭ്യമാക്കുക, അവരെ യൂട്ടിലൈസ് ചെയ്യുക, ആ ചെയ്യുന്ന കാര്യങ്ങൾ. വർക്ക് ഫോഴ്സ് മീൻസ് ഹിയർ ഇറ്റ് ഈസ് എംപ്ലോയീസ് or here it is the staff of the organizations. ഒരു സ്ഥാപനത്തിനകത്ത് വേണ്ടി വരുന്ന വർക്ക് ഫോഴ്സുകൾ അവൈലബിൾ ആക്കുക, അതുപോലെ തന്നെ ലഭ്യമാക്കുക, അതുപോലെ അവരെ യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏത് ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സി, സ്റ്റാഫിംഗ് ഫങ്ഷൻ ഇൻക്ലൂഡ്സ് മാൻ പവർ പ്ലാനിങ്, ജോബ് അനാലിസിസ്, recruitment, selection, placement and training of a personnel. Okay. See, an organization can achieve its objectives only when it has the right person in the right positions. ഒരു ഓർഗനൈസേഷനകത്ത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ,
See, only when it has the right person in the right positions. ശരിയായ വ്യക്തികൾ ശരിയായ സ്ഥാനത്ത് എത്തുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നത്, അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ ബീയിങ്സ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസറ്റ്സ് ഓഫ് എനി ഓർഗനൈസേഷൻ, ഇസ്ന്റ് ഇറ്റ്? അല്ലേ, നമുക്കറിയാവുന്നതാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ആണ്. സി, സോ ദേ മസ്റ്റ് ബി പ്രോപ്പർലി ട്രെയിൻഡ് ആൻഡ് ഓറിയൻറ്റഡ് ഫോർ ദി അറ്റൈൻമെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സി, അങ്ങനെ വരുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് ഈ ഹ്യൂമൻ ബീയിങ്സ്, അതിനകത്തുള്ള ഹ്യൂമൻ ബീയിങ്സിന് പ്രോപ്പറായ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം, ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. സോ സ്റ്റാഫിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ബിക്കോസ് ദ സക്സസ് ഓഫ് ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് വർക്ക് ഫോഴ്സ്. സി, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ക്വാളിറ്റി ഓഫ് വർക്ക് ഫോഴ്സ്. അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും ആ ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ we know that the functions of management, which are the function that is planning, organizing, staffing, directing and controlling. I think all are clear. The small introduction about the staffing function. Okay, see, and the next one, the definition of staffing. Definition of staffing. Staffing or human resources management is the recruitment, staffing or human resources management is the recruitment, selection, development, utilization, compensation and motivation of human resources of the organization. എന്താണ് സ്റ്റാഫിങ്ങിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത്? സ്റ്റാഫിംഗ് ഓർ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉൾപ്പെടുന്നത് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ഡെവലപ്മെൻറ്റ്, യൂട്ടിലൈസേഷൻ, കോമ്പൻസേഷൻ ആൻഡ് മോട്ടിവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻസ്. ഹ്യൂമൻ റിസോഴ്സസ് ആരാണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെയുള്ള സ്റ്റാഫുകൾ. സോ ഒരു ഓർഗനൈസേഷനകത്ത് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക, സെലക്ഷൻ നടത്തുക, ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അവരെ യൂട്ടിലൈസ് ചെയ്യുക, അവർക്ക് പ്രോപ്പറായ രീതിയിൽ കോമ്പൻസേഷൻ കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിനകത്ത് വരുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത്. സോ എന്തൊക്കെയാണ് ഈ സ്റ്റാഫിംഗ് ഫങ്ഷൻസിൻ്റെ ഫീച്ചേഴ്സ് or nature and features of staffing? See, staffing is a management function. It is a management function. So it is a continuous or never ending function. It is a continuous or never ending function. Okay, and it is concerned with human resources of an organization. ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ആരെയാണ് കൺസേൺ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനകത്ത് ഹ്യൂമൻ റിസോഴ്സസിനെയാണ് ആര് ഡീൽ ചെയ്യുന്നത്? സ്റ്റാഫിംഗ് ഫംഗ്ഷനിൽ ഡീൽ ചെയ്യുന്നത്. സോ സ്റ്റാഫിംഗ് ഈസ് കൺസേൺ വിത്ത് വാട്ട്? ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇവിടെ സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് അതിനകത്ത് വരേണ്ടത്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസിനെ പരമാവധി എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിനകത്തുള്ള സ്റ്റാഫുകൾ അവരെ പ്രോപ്പറായ രീതിയിൽ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. അതാണ് സ്റ്റാഫിംഗ് ഫംഗ്ഷനിൽ മെയിനായിട്ട് വരുന്നത്. And then I think all are clear the features of staffing function. Okay, next one, importance of staffing. See, competent and dedicated staff is the most precious assets ഓഫ് ആൻ ഓർഗനൈസേഷൻ. അല്ലേ, ഒരു ഓർഗനൈസേഷനകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള അസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ കോമ്പിറ്റൻറ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് സ്റ്റാഫാണ് നമുക്ക്, അല്ലേ. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ദാറ്റ് ഈസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതിൽ ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് labor cost in case of manufacturing concern amount to
60% ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. ഒരു മാനുഫാക്ചറിങ് കൺസേൺസിനെ സംബന്ധിച്ചിടത്തോളം ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 60% ലേബറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് ഓഫ് ദി സെല്ലിംഗ് കോസ്റ്റ്. ഓക്കെ, സോ ഒരു മാനുഫാക്ചറിങ് കൺസേൺസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചിലവിൽ ഒരു 60% ആർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ലേബേഴ്സിന് വേണ്ടിയിട്ട് ലേബർ കോസ്റ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറിയും മറ്റ് ബെനിഫിറ്റ്സും ഒക്കെ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ 60% സ്പെൻഡ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടായിരിക്കും. സോ അത് അങ്ങനെ പറയുമ്പോൾ എന്താ അതിന് അർത്ഥമാക്കുന്നത്? ഇറ്റ് ഷോസ് ദാറ്റ് ദ സക്സസ് ഓഫ് ബിസിനസ് ഡിപ്പെൻഡ്സ് ടു എ ഗ്രേറ്റർ extent on the right selection, training, development and appraisal of the staff. അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്സസ് ഓഫ് ബിസിനസ് ഡിപ്പെൻഡ്സ് ടു, അല്ലേ, ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു? ടു ഗ്രേറ്റർ എക്സ്റ്റെൻഡ് ഓൺ ദി റൈറ്റ് സെലക്ഷൻ, അല്ലേ, പ്രോപ്പറായ രീതിയിലുള്ള സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് ആൻഡ് അപ്രൈസൽ ഓഫ് ദി സ്റ്റാഫ്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ്ങിൽ പറയുന്നത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് staffing can be highlighted on the following. So that is the first one, helps in obtaining competent personnel. Staffing helps in obtaining competent personnel, അല്ലേ, കഴിവുള്ള വ്യക്തികളെ കണ്ടെത്താൻ സ്റ്റാഫിംഗ് സഹായിക്കുന്നു. സോ എഫിഷ്യൻറ്റ് സ്റ്റാഫിംഗ് ഡിസ്കവേഴ്സ് ദ ടാലൻറ്റഡ്, എക്സ്പീരിയൻസ്ഡ് ആൻഡ് ക്വാളിഫൈഡ് സ്റ്റാഫ് വിച്ച് പ്രൂവ് to an assets for the enterprises. Okay, that is the first one. And then second one, ensure maximum productivity. See, staffing ensure higher productivity by placing a right person on the right job by proper recruitment and selection. See, staffing maximum productivity ensure ചെയ്യുന്നു. എങ്ങനെ ensure ചെയ്യുന്നു? By placing right person on the right job by proper recruitment and selections. Okay, and the next one is that optimum utilization of manpower. See, it ensure the optimum utilization of human resources by avoiding overstaffing or shortage of staff. സി മാക്സിമം സ്റ്റാഫുകളെ എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവോയ്ഡിങ് ഓവർ സ്റ്റാഫിങ് നമ്മൾക്ക്, അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. സോ ഓവർ സ്റ്റാഫിംഗ് ആണെങ്കിൽ സ്റ്റാഫ് അധികമായാൽ എന്ത് സംഭവിക്കും, ഓവർ സ്റ്റാഫിംഗ് ലീഡ്സ് ടു അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് പേഴ്സണൽ ആയിരിക്കും ആൻഡ് ദർ ബൈ ഹയർ ലേബർ കോസ്റ്റ് ആയിരിക്കും. ആൻഡ് ഷോർട്ടേജ് ഓഫ് പേഴ്സണൽ ആണെങ്കിൽ എന്ത് ചെയ്യും, ലീഡ്സ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക്. So that is optimum utilization of manpower. Okay, and the next one, improve the job satisfaction and morale of the employees. See, staffing function does not end only with the appointment of employees. എംപ്ലോയീസിനെ അപ്പോയിൻ്റ് ചെയ്തതോടുകൂടിയിട്ട് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ അവസാനിക്കുന്നില്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രെയിനിങ്, പ്രൊമോഷൻ, കോമ്പൻസേഷൻ എക്സെട്ര, ഇതൊക്കെ വരുന്നുണ്ട്. സോ ഓൾ ദീസ് ആക്ടിവിറ്റീസ് help them motivating the employees and boost up the morale of the employees. Okay, and the next one, key to effectiveness of other functions. See, among the various factors of production, manpower is only the factor which has the capacity to think. Factors of production ഒരുപാടെണ്ണം ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇത് മാൻ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേബേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് തിങ്ക് ചെയ്യുന്നവർ. സോ ഓൾ ഫങ്ഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻസ് ആർ പെർഫോംഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്, അല്ലേ. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഫങ്ഷനും ചെയ്യുന്നത് ആരാണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്. ആൻഡ് ത്രൂ പ്രോപ്പർ സെലക്ഷൻ, training of manpower, staffing process, manpower. See, staffing process ensure what organizational objectives. I think all are clear. The importance of staffing, that is the first one, helps in obtaining competent personnel,
second one, ensure maximum productivity. Third one, optimize utilization of manpower. Fourth one, improve the job satisfaction and morale of the employees. And fifth one, key to effectiveness of other function. I think all are clear. And the next one, staffing as a part of human resources management. Staffing എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണെന്ന് പറയുന്നത് അല്ലേ. സോ ഇതിനകത്ത് നമുക്കറിയാം സ്റ്റാഫിംഗ് ഈസ് ദ ഫംഗ്ഷൻ വിച്ച് ഓൾ മാനേജേഴ്സ് നീഡ് ടു പെർഫോം. എല്ലാ മാനേജറും പെർഫോം ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ജോബ് ഓഫ് മാനേജേഴ്സ് ടു ഫിൽ പൊസിഷൻസ് ഇൻ ദെയർ ഓർഗനൈസേഷൻസ്. അവരുടെ ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിനെ ഫില്ല് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ആ മാനേജേഴ്സിനായിരിക്കും. ആൻഡ് ടു മേക്ക് ഷുവർ ദാറ്റ് റൈറ്റ് പേഴ്സൺസ് ആർ അപ്പോയിൻറ്റഡ് ഓൺ ദി റൈറ്റ് ജോബ്. ശരിയായ വ്യക്തികൾ തന്നെയാണ് ശരിയായ ജോലിക്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം മാനേജറുടെ ആയിരിക്കും. സോ ഇൻ സ്മോൾ ഓർഗനൈസേഷൻ മാനേജേഴ്സ് മേ പെർഫോം ഓൾ ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു എംപ്ലോയി സാലറി, വെൽഫെയർ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ചെറിയ സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡ്യൂട്ടിയും ആര് തന്നെയായിരിക്കും? മാനേജർ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത്, വെൽഫെയർ, വർക്കിംഗ് കണ്ടീഷൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ മാനേജർ തന്നെയായിരിക്കും. ബട്ട് ഇൻ ബിഗ് ഓർഗനൈസേഷൻ ഡ്യൂ ടു ദ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് a separate department called the human resources department is formed to manage the human resources. വലിയ ഓർഗനൈസേഷനകത്താവുമ്പോൾ കുറേ സ്റ്റാഫുകൾ ഉണ്ടാവും, ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഉള്ളത് കൊണ്ട് ഇതിനൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടായിരിക്കും. ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടായിരിക്കും. അതാണ് ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടുത്തെ എംപ്ലോയീസ്, അവിടുത്തെ സ്റ്റാഫുകളാണ്. മനസ്സിലായത്? അതാണ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ എംപ്ലോയീസിൻ്റെ എണ്ണം കൂടുതലാണ്, സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലാണ്. അവരെ മാനേജ് ചെയ്യാനായിട്ട് പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അതാണ് ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് HRM. See, the scope of human resources management. See, human resources management or HRM include many specialized activities and duties which the human resource personnel must perform. So these duties are ഏതൊക്കെയാണ് ഡ്യൂട്ടീസ്? ഒന്ന്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്, ഡ്യൂട്ടീസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ദ റിക്രൂട്ട്മെൻറ്റ് മീൻസ് സെർച്ചിങ് ഫോർ എ ക്വാളിഫൈഡ് പേഴ്സണൽ qualified people. And second one, analyzing job, collecting information about job to prepare job descriptions. അല്ലേ, ജോബ് അനലൈസ് ചെയ്യുക, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതിനനുസരിച്ച് ജോബ് ഡിസ്ക്രിപ്ഷൻസ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് തേർഡ് വൺ, ഡെവലപ്പിംഗ് കോമ്പൻസേഷൻ ആൻഡ് ഇൻസെൻറ്റീവ് പ്ലാൻസ്. കോമ്പൻസേഷനും ഇൻസെൻറ്റീവ് പ്ലാൻസും ഡെവലപ്പ് ചെയ്യുക. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഫോർ എഫിഷ്യൻറ്റ് പെർഫോമൻസ് ആൻഡ് കരിയർ ഗ്രോത്ത്. ഇതൊക്കെ and then maintaining labor relations and trade union management relations. And then handling grievances and complaints of employees. എംപ്ലോയീസിൻ്റെ കംപ്ലയിൻസും പരാതികൾ പരിഹരിച്ചു കൊടുക്കുക. ഓക്കെ, പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ ഓഫ് ദി എംപ്ലോയീസ്. ഇതൊക്കെയാണ് ആര് ചെയ്യേണ്ടത്? ഒരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനകത്ത് ചെയ്യേണ്ടതായിട്ട്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ് ഓഫ് human resources management in an organization. I think all are clear. Okay, next one, evolution of human resources management. എങ്ങനെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് വന്നത് എന്ന് ചോദിച്ചാൽ, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് ഓർ HRM has replaced the traditional concept of labor welfare and personal management. അല്ലേ, ട്രഡീഷണൽ ആയിട്ടുള്ള ലേബർ വെൽഫെയറും പേഴ്സണൽ മാനേജ്മെൻറ്റിന് പകരമായിട്ട് അത് മാറ്റിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ HRM വന്നത്. സോ ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് വാസ് ഡെവലപ്ഡ് ആസ് സ്ലോ പ്രോസസ് വിച്ച് ഇൻവോൾവ് ദി ഫോളോയിങ് സ്റ്റേജസ്. ഇത് പതുക്കെ ഉണ്ടാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, the following stages. The first stage, with emergence of industrial revolution, that trade union activities become very active. Okay, so the emergence of industrial revolutions വന്നതോട് കൂടിയിട്ട് ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റീസ് ബിക്കം വെരി ആക്റ്റീവായി.
And then second stage, the trade union activities forced the management to appoint a person who could act as a link between owner and the persons. അല്ലേ, ഓണറിനെയും പേഴ്സണെയും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുള്ളതിലേക്ക് ഏത് നയിക്കപ്പെട്ടു? ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റീസ് മാനേജ്മെൻറ്റിനെ ഫോഴ്സ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ നെക്സ്റ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ ദിസ് റിസൾട്ടഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലേബർ വെൽഫെയർ ഓഫീസർ, അതിൻ്റെ ഫലമായിട്ട് ഒരു ലേബർ വെൽഫെയർ ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ ഹിസ് റോൾ വാസ് ലിമിറ്റഡ് ടു ദ വെൽഫെയർ ഓഫ് എംപ്ലോയീസ് ഓൺലി. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് സ്റ്റേജ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫാക്ടറി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ലാർജ് നമ്പർ ഓഫ് ലേബേഴ്സ് വെർ എംപ്ലോയിഡ് അണ്ടർ വൺ റൂഫ്. ഫാക്ടറി സിസ്റ്റം വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഒരു റൂഫിനകത്ത് ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. സോ അങ്ങനെ വരുമ്പോൾ എന്ന സമയത്ത് ഒരു വ്യക്തിയെ കൂടുതൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ഇവരെ മാനേജ് ചെയ്യാനായിട്ടൊരു വ്യക്തിയെ കൂടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടതായിട്ട് വരുന്നു. അവരാണ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് ഓഫ് പേഴ്സൺസ്. അല്ലേ, അവരെ പറയുന്ന പേരാണ് ദിസ് പേഴ്സൺ വാസ് നോൺ ആസ് ദി പേഴ്സണൽ ഓഫീസർ. ദിസ് റിസൾട്ടഡ് ഇൻ അപ്പോയിൻമെന്റ് ഓഫ് വൺ മോർ പേഴ്സൺ ഹു വാസ് ഗിവൺ റെസ്പോൺസിബിലിറ്റി ഓഫ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ് ഓഫ് പേഴ്സൺസ്. ഒരു ഓർഗനൈസേഷനകത്ത് ആളുകളെ പ്ലേസ് ചെയ്യുന്ന റിക്രൂട്ട് ചെയ്യുന്നതിനും സെലക്ഷൻ നടത്തുന്നതിനും പ്ലേസ്മെന്റ് കൊടുക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആളിൻ്റെ ആവശ്യം വന്നു. അവരെ നമ്മൾ പറയുന്ന പേരാണ് പേഴ്സണൽ ഓഫീസർ. അത് ഫാക്ടറി സിസ്റ്റത്തിൻ്റെ ഫലമായിട്ടാണ് അത് വന്നത്. ആൻഡ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ഫോർമലി നോൺ ആസ് പേഴ്സണൽ മാനേജ്മെന്റ്, എംപ്ലോയീസ് ആർ കൺസിഡർഡ് ആസ് എ വാല്യുബിൾ അസറ്റ്സ്. നമുക്കറിയാം എംപ്ലോയീസ് ആണ് വാല്യുബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞത്. HRM പ്രൊവൈഡ് വേരിയസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് ആക്ടിവിറ്റീസ് ടു എംപ്ലോയീസ് ടു അപ്ഡേറ്റ് ദെയർ നോളേജ്. അല്ലേ, എംപ്ലോയീസിൻ്റെ നോളേജ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HRM പല പ്രോഗ്രാംസ് എന്ത് ചെയ്യാറുണ്ട്? ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പല പ്രോഗ്രാംസും അറേഞ്ച് ചെയ്യാറുണ്ട്. നൗ ഇൻ ദ മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻ, ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കോമൺ ഡിപ്പാർട്ട്മെൻറ്റായി മാറിയിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് എ പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. വലിയ സ്ഥാപനങ്ങളും ഒരു മീഡിയം ഫേമൊക്കെ ലാർജ് സ്കെയിൽ ബിസിനസ്സും മീഡിയം സൈസ് ബിസിനസ്സൊക്കെ ഇന്ന് ഈ ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഇവല്യൂഷനായിട്ട് പറയുന്നത്. ഇതിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജസ് എന്ന് പറയുന്നത് ആദ്യം എംപ്ലോയി വെൽഫെയർ, പിന്നീട് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, ദെൻ പേഴ്സണൽ മാനേജ്മെൻറ്റ്, ദെൻ പേഴ്സണൽ ഓർ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് 1990 അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ 2000 ആയപ്പോൾ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് അങ്ങനെ ഗ്രാഫ് കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റാഫിങ്ങും ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. സോ സ്റ്റാഫിംഗ് ആൻഡ് human resources department, a comparative study of staffing and human resources department. See, human resources management. So staffing is seen in small business organization where while HRM is in a large business organization. ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ സ്റ്റാഫിംഗ് എന്ന് പറയും, സ്റ്റാഫിംഗ് ആണ് കാണുക. വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ HRM ആയിരിക്കും. In staffing, employees are treated as a mere workers, but in HRM employees are considered as a valuable assets. Okay, and staffing function is performed by managers at all levels, and it is the job of managers to involve directly and select people to work for their organizations, and subsequently they need to train and motivate. But when the organization grow and there are large number of employees, that require separate department that to take care of the human resources. See, this department is called HRM or human resources department or human resources management. So HRM will have the specialist in managing the people, HRM will have the specialist in managing people. So actually staffing is part of the human resources management. Human resources management ഒരു പാർട്ടാണ് ഏത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ദേ ആർ പെർഫോം ദ മാനേജീരിയൽ ഫങ്ഷൻ ആൻഡ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്.
The managerial function consists of what? Planning, organizing, staffing, directing and controlling. And then operative functions consist of procurement, development, compensation, maintenance, motivation and integrations. Okay, these are the functions performed by human resources department. Next one, the diagrammatic representation of human resources management process, that is human resources planning and then staffing again categorized into two, that is recruitment and selection, and then training and development and performance appraisal and compensation. ഇതാണ് ഒരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻസ്. I think all are clear the role of the scope of human resources management and the human resources management as a part, staffing as a part of human resources management. Okay, so that's all for today. If you have any doubt, please contact me. Okay.